തലശ്ശേരി ബിഷപ്പ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മലയോര കർഷകർ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, മറ്റൊരു മന്ത്രി വന്ന് പറഞ്ഞതാണ്, ഭക്ഷ്യവിളകൾ കർഷകർ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വന്യമൃഗങ്ങളെ ആകർഷിക്കുന്നത് എന്ന്. കർഷകർ ഭക്ഷ്യവിള ഉൽപ്പാദിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റം. ഇയാൾ എന്താ വിചാരിച്ചത്? ഇവിടുത്തെ മലയോരത്തെ കർഷകൻ മണ്ണുവാരി തിന്നുമെന്നാണോ മന്ത്രി താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഭക്ഷ്യവിളകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഭക്ഷ്യവിളകളാണ് ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും തലമുറകളോളം തിന്നുന്നത്. ഈ ഭക്ഷ്യവിളകൾ തന്നെ ഞങ്ങൾ ഇനിയും ഉൽപ്പാദിപ്പിക്കും. ഇതുപോലത്തെ വിഡ്ഢിത്തവും വിടുവായത്വവും അല്ല ഞങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധ പ്രസ്താവനകളായി കരുതി ഞങ്ങൾ ക്ഷമിക്കുന്നു. മന്ത്രിമാരെ, നിങ്ങൾ പറഞ്ഞ ചില നിർദ്ദേശങ്ങളും നിങ്ങൾ പറഞ്ഞ ചില വാഗ്ദാനങ്ങളും ഉണ്ട്. അത് നിങ്ങൾ നടപ്പിലാക്കുകയാണ് എങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ അബദ്ധങ്ങളെ മറന്നുകളയാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ല എങ്കിൽ തീർച്ചയായും ഈ മലയോര ജനതയുടെ പ്രതിഷേധം നിങ്ങൾ അനുഭവിച്ചറിയേണ്ടി വരും എന്നുള്ള സത്യം ഓർക്കുക. അവസാനം പ്രിയപ്പെട്ടവരെ, മലയോര കർഷകർക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഞങ്ങളുടെ കൃഷിഭൂമിയുടെ പൂർണ്ണ അവകാശി കർഷകരായ ഞങ്ങളാണ്. അത് ആർക്കും അടിയറ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ പറമ്പിൽ വളരുന്ന പന്നികൾ ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന പന്നികളാണ്. കെട്ടിയിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ അതിനെ അഴിച്ചുവിട്ട് വളർത്തുന്നത്. ഞങ്ങൾ വീട്ടിൽ കോഴിയെ വളർത്തുന്നത് പോലെയാണ് ഞങ്ങളുടെ കൃഷിഭൂമിയിലെ മയിലുകളെ ഞങ്ങൾ വളർത്തുന്നത്. അത് ഞങ്ങൾ വളർത്തുന്നതാണ്. അതിന്റെ അവകാശികൾ ഞങ്ങളാണ്. ഇത്രയും ഞാൻ പറയുന്നു. ബാക്കി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതിന്റെ അവകാശികൾ ഞങ്ങളാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ രക്ഷിക്കാൻ ഒരു നേതാവും വരില്ല എന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ കുടിയേറ്റ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പൊള്ളുന്ന പാഠമാണ്. കുടിയേറ്റ ജനതയെ, മലയോര ജനതയെ നമുക്ക് ഐക്യമുണ്ട് എങ്കിൽ ഇതിലും വലിയ പീഡാനുഭവങ്ങളുടെ വ്യാകുല സമുദ്രങ്ങൾ നീന്തിക്കടന്നവരാണ് നമ്മളെ എങ്കിൽ ഈ പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും.